നമസ്തേ. ഒരുവന്റെ വിശ്വാസം, ഒരുവന്റെ തീവ്രമായ മതചിന്ത അതവന്റെ ഹൃദയത്തിൽ ഒതുങ്ങേണ്ടതാണ്. കൂടിപ്പോയാൽ അവന്റെ കുടുംബത്തിൽ മാത്രമേ അതുണ്ടാകാൻ പാടുള്ളൂ. അത് അവന്റെ സഹജീവികളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. അതാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതാണ് ലോകത്തിന്റെ ശാപം. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്ത ഒരു യാഥാർത്ഥ്യമാണിത്. ബഹുസ്വരതയുടെ നാടായ ഭാരതത്തിൽ വന്ന് തന്റെ മതം മാത്രമാണ് ശരി എന്ന് പറയുന്നവൻ അപരിഷ്കൃതയുടെയും മണ്ടത്തരത്തിന്റെയും പ്രതീകമാണ്. വസ്ത്രം ധരിച്ചു നടക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ചെന്നിട്ട് ഇനി മുതൽ വിവസ്ത്രരായിട്ട് നടക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നതിന് തുല്യമാണത്. ഇത്തരക്കാരുടെ പ്രബോധനം കേട്ട് കുറച്ചുപേരെങ്കിലും മതപരിവർത്തനം നടത്താറുണ്ട്. മതം മാറുവാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉള്ള നാടാണ് നമ്മുടേത്. മതം നിരോധിച്ച നാടുകളും ഉണ്ട് എന്നുള്ളത് ഓർമ്മ വേണം. മതം മാറുന്നത് തെറ്റൊന്നുമല്ല. അതായത് മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായം, താൻ ആയിരിക്കുന്നതായിട്ടുള്ള മതം മാത്രമല്ല, മറ്റേ മതം അതിനേക്കാളും ബെറ്റർ ആയിട്ട് തോന്നുന്ന സമയത്ത് മതം മാറുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാഥാർത്ഥ്യത്തിനെ വിട്ടുപോവുകയാണ്. കാരണം എവറിത്തിങ് യു ഹിയർ ഈസ് ആൻ ഒപ്പീനിയൻ, നോട്ട് ദ ട്രൂത്ത്. എവറിത്തിങ് യു സീ ഈസ് എ പെർസ്പെക്റ്റീവ്, നോട്ട് ദ റിയാലിറ്റി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്നത് അത്രയും അഭിപ്രായങ്ങൾ മാത്രമാണ്, സത്യമായിരിക്കണമെന്നില്ല. നമ്മൾ കാണുന്നത് അത്രയും വീക്ഷണങ്ങൾ മാത്രമാണ്, യാഥാർത്ഥ്യമായിരിക്കണമെന്നില്ല. ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറുന്ന സമയത്ത് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത് ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് മാറ്റിയ നാറാണത്ത് ഭ്രാന്തന്റെ അവസ്ഥ തന്നെയാണ്. ഇത് മന്ത് തന്നെയാണ്. അപ്പോൾ എന്താണ് യാഥാർത്ഥ്യം? ആധുനിക കാലഘട്ടത്തിലും മതത്തിന് അടിപ്പെട്ട് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു പരാജയമായിട്ട് തോന്നുന്ന സമയത്ത് പിന്നെ എന്താണ് അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത്? മതം മാറുന്നതിന് പകരം പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആയിരിക്കുന്ന മതത്തിൽ തന്നെ നിലകൊള്ളുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ചിലർ പേഴ്സണൽ ബെനഫിറ്റിന് വേണ്ടി മതം മാറുന്നുണ്ടായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും മതം മാറുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആണ് ആയിരിക്കുന്ന മതത്തിലായിക്കൊണ്ട് ആത്മീയതയുടെ മാനങ്ങളിലേക്ക് ഉയരുന്നത്. ആയിരിക്കുന്ന മതത്തിലോട് കയറണമെന്നല്ല ഞാൻ പറയുന്നത്, മറ്റു മതങ്ങളെയും കൂടി ആയിരിക്കുന്ന മതത്തിലായിക്കൊണ്ട് പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചൊരു ഭാഷ പറയാൻ വിധിക്കപ്പെട്ടതുപോലെ നമുക്കൊരു പേരും ലഭിക്കുകയുണ്ടായി. നമ്മൾ ആ പേര് മാറ്റുന്നതിനേക്കാളും നല്ലത് നമ്മുടേതായിട്ടുള്ള വ്യക്തിത്വത്തിൽ, നമ്മളുടേതായിട്ടുള്ള അവസ്ഥയിൽ നിന്നുകൊണ്ട് മറ്റുള്ളവയെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസം സിദ്ധിച്ചിട്ടുള്ള ഒരു മനസ്സിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് തനിക്ക് യോജിക്കാൻ പറ്റാത്ത ആശയങ്ങളും തന്റെ മനസ്സിലിട്ട് താലോലിക്കാനും അതിനെ മനസ്സിലാക്കാനും ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ല മറ്റ് ആശയങ്ങളെ ഉൾക്കൊള്ളാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഒരു ആശയത്തെക്കുറിച്ച് കേൾക്കുവാനും മനസ്സില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അപരിഷ്കൃതർ എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. ആധുനികമായിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിലെ പുരോഗമനം എന്ന് പറയുന്നത് ആത്മീയതയിലേക്കുള്ള ഒരു ഷിഫ്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും ഭൂമിയുടെ കാന്തിക ധ്രുവങ്ങളിൽ റീസെന്റ് ആയിട്ട് മാറ്റം വന്നിട്ടുണ്ട്. അകക്കാമ്പിന്റെ കറക്കത്തിന്റെ വേഗത കുറഞ്ഞിട്ടുണ്ട്. യൂണിവേഴ്സലി അല്ലെങ്കിൽ ഗ്ലോബലി ഷിഫ്റ്റ് ഈസ് ഹാപ്പനിങ് ആൻഡ് സ്പിരിച്വലി ആളുകൾക്കിടയിലും ആത്മീയതയിലേക്ക് ഉയരുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും ലിമിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലിമിറ്റേഷൻസിന്റെയും കർക്കശമായിട്ടുള്ള നിയമങ്ങളുടെയും ഇടയിലൂടെ പോകുന്നതായിട്ടുള്ള ഒരു ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റത്തിനപ്പുറത്തേക്ക് സ്വാതന്ത്ര്യത്തിൻ്റെതായിട്ടുള്ള മാനങ്ങളിലേക്ക് ഉയരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് ലോകത്ത് ഒരുവന്റെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ മറ്റു മതങ്ങളെ കുറിച്ചുകൂടി പഠിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ആ കാര്യങ്ങൾ ഒരുവൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അവന് മതത്തിന്റെ പേരിലുള്ള അഗ്രഷനും വർഗീയതയും കുറയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തന്റെ മതം മാത്രമാണ് ശരിയെന്ന് ചെറുപ്പകാലം തൊട്ട് ഒരാൾ കേട്ട് വളരുന്ന സമയത്ത് മുതിർന്നു കഴിഞ്ഞാലും അയാൾ അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. മതം അല്ലെങ്കിൽ അഭിപ്രായം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുവന്റെ സ്വകാര്യതയാണ്. അവൻ അഭിപ്രായം പറയാം, പക്ഷെ അത് മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെയാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. തന്റെ മതത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞുകൊള്ളൂ, തന്റെ മതപരമായിട്ടുള്ള ജീവിതം മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് അതിലേക്ക് ആളുകളെ അട്രാക്ട് ചെയ്തുകൊള്ളൂ, പക്ഷെ അത് മറ്റുള്ളവന്റെ സ്വൈര്യ ജീവിതത്തിനെ മെനക്കേടുണ്ടാക്കുന്ന രീതിയിലേക്ക് വരാൻ പാടില്ല എന്നുള്ളത് തന്നെ. തീർച്ചയായിട്ടും മതം നിരോധിച്ച രാജ്യമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ആത്മീയതയെ ആർക്കും നിരോധിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം അത് സ്വാതന്ത്ര്യമാണ്. മതം പുറത്തേക്ക് ദൈവത്തിനെ നോക്കുന്ന സമയത്ത് എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ ഉള്ളിലൂടെ പോകുന്ന സമയത്ത് ആത്മീയത ഉള്ളിൽ നിന്ന് ദൈവത്തിനെ കണ്ടെത്തുവാനായിട്ടുള്ള ശ്രമമാണ്. പുറത്തേക്ക് എത്ര നോക്കിയാലും ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുകയില്ല. എന്നാൽ ഉള്ളിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അവൻ എല്ലായിടത്തും ദൈവത്തെ ദർശിക്കാൻ സാധിക്കുകയും ചെയ്യും. ക്രിസ്തുവും ബുദ്ധനും മറ്റു പ്രവാചകന്മാരും അവതാരങ്ങളും എല്ലാം നമ്മിലേക്ക് വന്നിട്ടുണ്ട്, ഒരുപാട് സന്ദേശങ്ങളുമായിട്ട്, ദൈവികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള സന്ദേശങ്ങളുമായിട്ട്. പക്ഷെ മനുഷ്യൻ എന്താണ് ചെയ്തത്? അവരുടെ പേരിൽ മതമുണ്ടാക്കി. പല പ്രവാചകന്മാരും പല അവതാരങ്ങളും സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ടു എന്നാണ് വിശ്വസിച്ചു പോരുന്നത്. അസെൻഡ് ചെയ്തു, സ്വർഗാരോഹണം ചെയ്തു എന്നാണ് വിശ്വസിച്ചു പോരുന്നത്. സ്വർഗത്തിൽ നിന്ന് വന്നു അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് വന്നു, സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിലേക്ക് തിരിച്ചുപോയി എന്ന് വിശ്വസിക്കുമ്പോഴും ഞാൻ പറയുകയാണ്, ഈ പറയുന്ന ക്രിസ്തുവും ബുദ്ധനും ഒക്കെ യഥാർത്ഥത്തിൽ മരണപ്പെടുന്നത് അവരുടെ പേരിൽ ഒരു മതം ഉണ്ടാകുന്ന സമയത്ത് തന്നെയാണ്. മതമുണ്ടാകുന്ന സമയത്ത് അവർ ലിമിറ്റഡ് ആവുകയാണ്, അവർ കുറച്ചു പേരുടേത് മാത്രമാവുകയാണ്, അവർ വർഗീയവൽക്കരിക്കപ്പെടുകയാണ്.
തീർച്ചയായിട്ടും ക്രിസ്തുവും ബുദ്ധനും ഇത്തരത്തിലുള്ള മഹാരഥന്മാരും ഒക്കെ എല്ലാവരുടേതുമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ക്രിസ്തുവിന്റെ പേരിൽ ഒരു മതമുണ്ടായി ഇങ്ങനെയുള്ളവൻ മാത്രമേ രക്ഷ പ്രാപിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബുദ്ധിസമോ മറ്റു പ്രവാചകന്മാരുടെ പേരിലുമൊക്കെ ഏതെങ്കിലും ഒരു മതമുണ്ടായി ഇത് മാത്രമാണ് ശരി, മറ്റൊന്നും ശരിയല്ല, അല്ലാത്തവനെല്ലാം നരകത്തിൽ പോകുമെന്ന് പറയുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരൊക്കെ ഒരുപാട് ഹൃദയങ്ങളിൽ മരിക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ ഒരുപാട് പേരിൽ നിന്ന് വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ട് അവരുടേത് മാത്രമാണ് ശരി എന്ന് പറയുന്ന സമയത്ത് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു വിഡ്ഢിത്തമായിട്ട് ചിലർക്ക് ദുർവിനിയോഗം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയായിട്ട് അത് മാറുകയാണ്. ഈ ചൂഷണം കാലാന്തരങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മതത്തിൽ നിങ്ങൾക്ക് എപ്പോഴും വർഗീയത കാണുവാനായിട്ട് സാധിക്കും, വിഭാഗങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ഒരു മതം ഉണ്ടായാലും അതിൽ തന്നെ 10 മതങ്ങൾ പുനർജനിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നത് ഒരു പൈശാചിക വിഭജന തന്ത്രം തന്നെയാണ്. തീർച്ചയായിട്ടും ഇവരുടെ പേരിൽ ഒരു മതമില്ല, ഇവരെക്കുറിച്ച് എല്ലാവരും പഠിക്കുന്നു. ഇവരുടെ ജീവിത രീതികൾ തന്റെ ജീവിതത്തിലേക്ക് സ്വായത്തമാക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ക്രിസ്തുവിനെയും ബുദ്ധനെയും മറ്റു മഹാരഥന്മാരെയും ഒക്കെ ലഭിക്കുകയാണ്. ഈ മഹത് വ്യക്തിത്വങ്ങളിൽ ഭൂരിഭാഗവും തങ്ങളുടെ പേരിൽ മതം ഉണ്ടാക്കാനായിട്ട് ആഹ്വാനം ചെയ്തിട്ടില്ല എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആത്മീയത ഉടലെടുത്തിരിക്കുന്നത് ഒരിക്കലും മതത്തിൽ നിന്നുമല്ല, അത് മനുഷ്യന്റെ ആത്മാവിന്റെ സംശുദ്ധ ഭാവത്തിൽ നിന്നാണ്. മനുഷ്യന്റെ ചിന്തയുടെ സംശുദ്ധ ഭാവത്തിൽ നിന്നാണ്, വിശുദ്ധ ഭാവത്തിൽ നിന്നാണ്. മതത്തെയും ആത്മീയതയും പലർക്കും കൺഫ്യൂഷൻ ആകാറുണ്ട്, തെറ്റിദ്ധരിക്കാറുണ്ട്, ആശയക്കുഴപ്പത്തിലാകാറുണ്ട്. മതം എന്ന് പറയുന്നത് ആത്മീയതയിലൂടെ നടക്കുക എന്നുള്ളത് തന്നെയായിരുന്നു പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും, ടു വാക്ക് സ്പിരിച്വലി. മനുഷ്യന്റെ ഇംപെർഫെക്ഷൻ കാരണം ഈ പറയുന്ന മതം എന്ന് പറയുന്ന സംഗതി കറപ്റ്റ് ആയിട്ട് മാറുകയാണ്. അഴിമതിയുള്ളതും അതുപോലെ തന്നെ അതിലേക്ക് പൊളിറ്റിക്സ് മിക്സ് ചെയ്യുകയും അധികാരം പിടിച്ചെടുക്കാനുള്ള സ്ട്രഗിളിന്റെ ഒരു ഭാഗമായിട്ടും ഈ മതം പിന്നീട് പരിണമിക്കുകയാണ്. ഈ ആധുനിക കാലത്ത് അത് അതിന്റെ പീക്കിലെത്തി നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഫിലോസഫിക്കുള്ളിലെ പല ചിന്താധാരകളും എല്ലാ മതങ്ങളെയും കുറിച്ച് വിദ്യാലയങ്ങളിൽ അല്ലെങ്കിൽ കലാലയങ്ങളിൽ പഠിക്കുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ മതത്തിന്റെ അന്ധതയിൽ നിന്ന് നമുക്ക് വരാനിരിക്കുന്ന തലമുറയെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇഗ്നറൻസിന്റെ ഇരുട്ടിൽ കഴിയുന്ന ഈ അവസ്ഥയിൽ നിന്ന് അവിദ്യയുടെ അവസ്ഥയിൽ കഴിയുന്ന ഈ അവസ്ഥയിലേക്ക് വെളിച്ചം കൊടുക്കുക, അല്ലെങ്കിൽ വിദ്യ കൊടുക്കുക എന്നത് തന്നെ. ഈ വിദ്യ എന്ന് പറയുന്നത് ഭൗതികതയെ പ്രതിയുള്ള ഏതെങ്കിലും ഫിസിക്കൽ സയൻസോ അല്ലെങ്കിൽ ലാംഗ്വേജ് സബ്ജക്ട്സോ ജസ്റ്റ് സോഷ്യൽ സയൻസിന്റെ ബയാസ്ഡ് ആയിട്ടുള്ള കുറെ ഭാഗങ്ങളോ കൊടുത്തുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഈ വർഗീയത അങ്ങനെ തന്നെ നിലനിൽക്കും. MBBS പഠിച്ചിട്ട് പോലും തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ആളുകളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഈ വർഗീയമായിട്ടുള്ള അവസ്ഥ ഏത് മതത്തിൽ നിന്ന് തന്നെ ഉള്ളതാണെങ്കിലും അതിനെ മാറ്റണമെങ്കിൽ ആളുകൾ ചെറുപ്പത്തിൽ തന്നെ എല്ലാ മതങ്ങളെക്കുറിച്ചും എല്ലാ പ്രത്യയ ശാസ്ത്രങ്ങളെക്കുറിച്ചും ഫിലോസഫീസിനെ കുറിച്ചും പഠിക്കുകയും ഇതിലൊന്നും അടിപ്പെടുന്നതിന് പകരം ഇതിന്റെയൊക്കെ മുകളിൽ ചിന്തിക്കുകയും വേണം എന്നുള്ള ഒരു ഇൻസൈറ്റ് കിട്ടണം എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു അവസരം ഈ സമീപകാലത്തൊന്നും നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് അത്യന്താപേക്ഷിതമാണ് താനും. കാരണം വിദ്യാഭ്യാസം എന്നുള്ള സംഗതി കൊണ്ട് മാത്രമേ മതത്തിന്റെയും വർഗീയതയുടെയും അന്ധതയെ മാറ്റി എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഐഡിയോളജിയോ അല്ലെങ്കിൽ തിയോളജിയോ മാത്രമല്ല, ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത് സംശുദ്ധമാണ്, അത് ഹയർ സെൽഫിൽ നിന്ന് മനുഷ്യന് ലഭിക്കുന്നതുമാണ്, അത് ബ്രഹ്മനിൽ നിന്ന്, ഡിവൈൻ സോഴ്സിൽ നിന്ന്, ക്രിയേറ്ററിൽ നിന്ന് മനുഷ്യനിലേക്ക് എത്തപ്പെടുന്നതായിട്ടുള്ള സന്ദേശങ്ങൾ അടങ്ങുന്നതായിട്ടുള്ള ഒരു അവസ്ഥയും കൂടിയാണ്. സ്പിരിച്വാലിറ്റി മതത്തെക്കാൾ ഉപരിയായിട്ട് ഓരോ വ്യക്തിയുമായിട്ടും അതോടൊപ്പം തന്നെ ദൈവവുമായിട്ട് കണക്ട് ആകുന്ന രീതിയിൽ എല്ലാ വ്യക്തികളും ചേർന്നിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ലിങ്ക് നെയ്തെടുക്കുന്നതായിട്ടുള്ള ഒരു പ്രാപഞ്ചികമായിട്ടുള്ള പാറ്റേണിന്റെ തുടർച്ചയുടെ അവസ്ഥയും കൂടിയാണ്. വൺ അഫക്ട്സ് എവരിത്തിങ് എന്നുള്ളതാണ് ആത്മീയതയുടെ അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങളിൽ ഒന്നും കൂടിയാണത്. യു ക്യാൻ സീ പാറ്റേൺസ് എവ്രിവെയർ. അപ്പൊ മനുഷ്യർ തമ്മിലും എല്ലാം തമ്മിലും കണക്റ്റഡ് ആണ്. ഈ കണക്ഷൻ ഒക്കെ എക്സ്പോസ്ഡ് ആകുകയും മനുഷ്യരത് തിരിച്ചറിയുകയും ചെയ്യുകയാണ് ആത്മീയപാതയിലൂടെ നടന്നുകൊണ്ട് ബോധമണ്ഡല വികാസം പ്രാപിക്കുന്ന സമയത്ത്. മതം പേഴ്സോണിഫൈഡ് ആയിട്ടുള്ള പേരിട്ട് വിളിക്കുന്ന ഒരു ദൈവത്തെ ആരാധിക്കാനായിട്ട് പഠിപ്പിക്കുന്ന സമയത്ത് ആത്മീയത ആ ദൈവവുമായിട്ട് കണക്റ്റ് ആകാനായിട്ടും ഐക്യപ്പെടാനായിട്ടും പഠിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ മതം ദൈവത്തെ പുറത്ത് തിരയുന്ന സമയത്ത് ആത്മീയത ദൈവത്തിന് ഒരുവന്റെ ഉള്ളിൽ കണ്ടെത്തുവാനായിട്ടുള്ള അവസ്ഥയിലേക്ക് മനുഷ്യനെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. മതം ആളുകളെ സെപ്പറേറ്റ് ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും അല്ലെങ്കിൽ പല വിഭാഗങ്ങളായിട്ട് വർഗീയവൽക്കരിക്കുകയും വേർതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ആത്മീയത അവരുടെ വിശ്വാസങ്ങൾക്കും അത്തരത്തിലുള്ള ചിന്തകൾക്കും അപ്പുറത്തേക്ക് മനുഷ്യനെ ഏകത്വത്തിലേക്ക് നിർത്തുവാനായിട്ട് സഹായിക്കുകയാണ്. മതങ്ങൾ പലപ്പോഴും സ്വർഗത്തിനെ കുറിച്ചും നരകത്തിനെ കുറിച്ചും പറഞ്ഞുകൊണ്ട് മനുഷ്യനെ പേടിപ്പിക്കുന്ന സമയത്ത് ആത്മീയത ഭൂമിയിൽ ഒരു സ്വർഗം എങ്ങനെ സൃഷ്ടിക്കാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നു. മതം ഭയത്താലും നിബന്ധനകളാലും നിലനിൽക്കുന്ന സമയത്ത് ആത്മീയത സ്നേഹത്തിലും സ്വാതന്ത്ര്യത്തിലുമാണ്
നിലകൊള്ളുന്നത്. മതത്തിനെ സംബന്ധിച്ചിടത്തോളം അത് കടലിലെ ഒരു ചെറിയ തുള്ളി മാത്രമാണ്. എന്നാൽ അതേ സമയത്ത് ആത്മീയത ആ കടൽ മുഴുവനും ഒരു തുള്ളിയായിട്ട് ദർശിക്കുകയാണ്. മതം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അനുഭവങ്ങളാൽ പടുത്തുയർത്തപ്പെട്ടതാണെങ്കിൽ ആത്മീയത സ്വന്തം അനുഭവങ്ങളാൽ പടുത്തുയർത്തപ്പെട്ടതാണ്. മതം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ആത്മീയ പാതയെ ഫോളോ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഫോളോ ചെയ്യുന്ന സമയത്ത് ആത്മീയത സ്വന്തം വഴിയുണ്ടാക്കി അതിലൂടെ നടക്കാനായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. മതം പൂന്തോട്ടത്തിലെ വെട്ടിയൊതുക്കിയ ചെടിയാണെങ്കിൽ ആത്മീയത നിറയെ ഫലങ്ങൾ കായ്ക്കുന്നതായിട്ടുള്ള ഘോരവനത്തിലെ ഒരു വൻ വൃക്ഷമാണ്. തീർച്ചയായിട്ടും ഈ ആധുനിക കാലത്ത് മതത്തിനപ്പുറത്തേക്ക് ചിന്തിക്കുന്ന ആളുകളെയാണ് ആവശ്യം. ഭൂമിയിൽ ശാസ്ത്രവും അതുപോലെ തന്നെ വിദ്യാസമ്പന്നരായിട്ടുള്ള ജനതയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള അവസരങ്ങളും മനുഷ്യനുണ്ടാകേണ്ടതുണ്ട്. ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ഏത് ശക്തിയും, അത് മതമാണെങ്കിലും വിശ്വാസമാണെങ്കിലും, അത് ഭൂമുഖത്ത് നിന്ന് തന്നെ മാറ്റിവെക്കപ്പെടേണ്ട ഒരു സംഗതി കൂടിയാണ്. അതുകൊണ്ട് മതത്തിനേക്കാൾ ഉപരി ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ വെളിച്ചത്തിലൂടെ നടക്കുവാനായിട്ട് ഏവർക്കും സാധിക്കട്ടെ, പുതിയ തലമുറയ്ക്ക് അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അതുപോലെ തന്നെ എത്തിക്സ്, മൊറാലിറ്റി, സദാചാരം, മറ്റുള്ളവരുടെ വ്യൂ പോയിന്റിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള എമ്പതി തുടങ്ങിയവയുള്ളവർക്ക് ഒരു മതത്തിന്റെ ആവശ്യം തന്നെ ഇല്ല എന്നുള്ള സത്യവും മനസ്സിലാക്കിക്കൊണ്ട്, ദൈവികമായിട്ടുള്ള നിയമങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, മതത്തിന്റെ നിയമങ്ങൾക്ക് അതീതമായിക്കൊണ്ട് ആത്മീയതയെ ആഴത്തിൽ അറിഞ്ഞുകൊണ്ടുള്ള ഒരു തലമുറ ഇനി ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഭൂമിയിൽ ഒരു സ്വർഗം സ്ഥാപിക്കാനായിട്ട് സാധിക്കുന്നത്. അതിനാൽ നിങ്ങൾ ആയിരിക്കുന്ന മതങ്ങളിൽ നിലനിന്നുകൊണ്ട് തന്നെ മറ്റു മതങ്ങളെക്കുറിച്ച് പഠിക്കുകയും ആത്മീയതയിലേക്ക് പ്രവേശിക്കുകയും അത്തരത്തിലുള്ള ചിന്തകളിലൂടെ നിങ്ങളുടെ ബോധമണ്ഡലത്തിന് വികാസം പ്രാപിച്ചുകൊണ്ട് ഉയർച്ചകളിലേക്കും ഈ ജീവിതത്തിലും അതിനുശേഷവും വിജയത്തിലേക്കും പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.